കുറേ കാലത്ത് എൻ്റെ ലൈഫുണ്ടല്ലോ, ഞാൻ വേറെ ആർക്കോ വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. ഞാൻ എനിക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഒരു സമയത്ത് തോന്നി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ വാട്ട് ഇഫ് ഐ ചൂസ് മീ. അപ്പം മുതലാണ് ശരിക്കും എൻ്റെ ലൈഫ് മാറി തുടങ്ങിയത്. ചിലപ്പോൾ ചിലർക്ക് തോന്നിയിരിക്കാം നമുക്ക് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയേണ്ട അഹങ്കാരം പോലെ തോന്നിയിരിക്കാം. പക്ഷേ ഇത് ശരിക്കും അഹങ്കാരമല്ല. നമ്മൾ തന്നെ ചൂസ് ചെയ്യണതും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതും, നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണതൊക്കെ ശരിക്കും നമ്മളോട് ചെയ്യുന്ന ഒരു ജസ്റ്റിസാണ്. പലരുടെ ലൈഫിലും ഈ ഒരു സെക്കൻഡ് തോട്ട് പോയിട്ടുണ്ടാവും. അതായത് നമുക്ക് വേണ്ടിയല്ലല്ലോ ജീവിക്കണേ, നമ്മൾ ലൈഫിൽ പാഴാക്കുകയാണല്ലോ എന്നൊക്കെയുള്ളൊരു തോട്ട് പലരുടെ ലൈഫിലും പോയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴാണ് എനിക്കത് റിയലൈസ് ആയത്, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം, ഞാൻ എന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളാണ് നിറവേറ്റേണ്ടത് എന്ന് എനിക്ക് എപ്പോഴാണ് തോന്നിയത്. അതിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ സ്റ്റെപ്സാണ് ഞാൻ എടുത്തത്, അതെടുത്തിട്ട് എനിക്ക് എന്തൊക്കെ ലൈഫിൽ മാറ്റം ഉണ്ടായി എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള തോന്നൽ. പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്കതിൽ മാറ്റം കൊണ്ടുവരണമെന്ന് തോന്നിയത് കുറേ കഴിഞ്ഞിട്ടാണ്. ഞാൻ ഇത് ആദ്യം ഇങ്ങനെ ചെയ്തു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ടൈം വേണമെന്ന് തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ ഡിമാൻഡ് ചെയ്താൽ എനിക്ക് ഇത്ര ടൈം വേണം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ഞാൻ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ ഞാൻ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് തരുമ്പോൾ എൻ്റെതായ കാര്യങ്ങളോട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ലൈഫിലൊരു വാല്യൂ ഉള്ള പോലെ, എനിക്ക് ബാക്കിയുള്ളൊരു ലൈഫിലൊരു വാല്യൂ ഉള്ള പോലെ, അങ്ങനെയൊക്കെ ഒരു ഫീൽ വന്നു തുടങ്ങി. പിന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എന്നോട് തന്നെയാണ് എപ്പോഴും നോ, ഓക്കെ ഇത് എനിക്ക് പറ്റിയ ടൈമല്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഈ കാര്യം ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ ആദ്യം മനസ്സിലിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും, അല്ല ഇതെനിക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ഇതെൻ്റെ ചോയ്സ് അല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അത് ഇഷ്ടമില്ല, വീട്ടുകാർക്ക് അത് ഇഷ്ടമില്ല, നാട്ടുകാർ എന്ത് പറയും, അങ്ങനെയൊക്കെ ഒരു തോട്ട് മനസ്സിലേക്ക് പോകും. അപ്പോൾ ഇത് ഓക്കെ, ഇത് എന്നോട് തന്നെയാണ് ഞാൻ നോ പറഞ്ഞിരുന്നത്, ഇതെനിക്ക് വേണ്ടതല്ല, അതിന് ഞാൻ ചെയ്യേണ്ടതല്ല എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയത്. പക്ഷേ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ചോദിക്കും ഇതെനിക്ക് വേണ്ടതാണോ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതാണോ എന്നുള്ളത് ഞാൻ ചോദിക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ യെസ് പറയാൻ തുടങ്ങി, ബാക്കിയുള്ളവരുടെ അടുത്ത് നോ പറയാൻ തുടങ്ങി. അതായത് ഇന്ന ഒരാൾ ഇത് ചെയ്യണ്ട, അപ്പോൾ അവരുടെ പറയും ഇല്ല ഇതെനിക്ക് ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് പറയാനുള്ള ധൈര്യം വന്നു തുടങ്ങി. ശരിക്കും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, നമുക്ക് വേണ്ട കാര്യമാണെങ്കിൽ, അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ നമ്മളോട് തന്നെ ആദ്യം ചോദിക്കുക അത് വേണ്ടതാണോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ഇടാം, അതിനൊരു പ്രോബ്ലം ഇല്ല. ഇഫ് ഇറ്റ് റിയലി നീഡ്സ്, നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി അത് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ വാല്യൂ കൊടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടെ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഡ്രസ്സ് ചെയ്യുക, നമ്മളൊന്ന് നല്ല ഡ്രസ്സ് ചെയ്ത് നമ്മൾ നല്ല മേക്കപ്പ് ഇട്ട് പോകണതൊക്കെ എപ്പോഴാണ്, നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നു തോന്നുമ്പോൾ, അങ്ങനെയല്ലേ. അല്ലാത്ത സമയത്ത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എവിടേക്കും പോകണ്ട, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരും വരുന്നില്ല, ആ സമയത്ത് നമ്മളൊന്ന് ഡ്രസ്സ് ചെയ്തു ഒന്ന് റെഡി ആയി മിററിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഫീല്? നമ്മൾ ആ ഒരു മുഷിഞ്ഞ വേഷത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് മിറർ നോക്കുമ്പോൾ നമുക്കുള്ള ഫീലാണോ, അതോ നമ്മൾ തന്നെ ഒന്ന് റെഡി ആയി ഒന്ന് മേക്കപ്പൊക്കെ ചെയ്ത് മിററിൽ നോക്കുമ്പോൾ അതിന് ഡിഫറൻസ് അല്ലേ? അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ തന്നെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ തന്നെ വാല്യൂ കൊടുക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലൊക്കെ തോന്നും. പിന്നെ ഞാൻ പണ്ടുണ്ടല്ലോ വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഒക്കെ നല്ലോണം ആഘോഷിക്കും, കറക്റ്റ് സമയത്ത് തന്നെ വിഷ് ചെയ്യും, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ അപ്പോഴൊന്നും എൻ്റെ ബർത്ത്ഡേ ഞാൻ അത്രയും സന്തോഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും ഗിഫ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ, വേറെ ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മളെപ്പോഴാണോ നമ്മൾ ചൂസ് ചെയ്യണേ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും മണി സ്പെൻഡ് ചെയ്യുക. വെറുതായിരിക്കണം, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ആയിരിക്കണം. ഞാനൊക്കെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാണ്. എന്തിനാ എനിക്ക് വേണ്ടി വെറുതെ പൈസ ചിലവാക്കി ആ പൈസ കളയണേ, ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ, വേറെ എന്തെങ്കിലും ബാക്കിയുള്ളവർക്ക് ആവശ്യമുള്ളൊക്കെ എന്തെങ്കിലും മേടിച്ചുകൂടെ, അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള എന്തെങ്കിലും മേടിച്ചുകൂടെ, അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാന്നേ, എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി നമുക്ക് മേടിക്കാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ എനിക്കായിട്ട് കൊടുക്കണ ടൈം ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കൂടുതൽ സന്തോഷം തരുന്നത് എൻ്റെ സോളോ ടൈമാണെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്തു നോക്കുക. നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണമെന്ന് തിങ്ക് ചെയ്യാതെ നമ്മൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് പറ്റില്ലായിരിക്കും, പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രയൽ പറ്റില്ല, സെക്കൻഡ് ട്രയൽ, ഇപ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകണം, നമ്മൾ പേടിയാണ്, നമ്മൾ തന്നെ പോകാറില്ല, പക്ഷെ ഒന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കുക.
പോകാൻ പറ്റുമെന്നാണെങ്കിൽ നമുക്ക് എവിടെ പോയാലും, ഇപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവണമെന്നാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നില്ല. മെയിനായിട്ട് ഞാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൂയിങ് തിങ്സ് അലോൺ, അതായത് നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യുക. ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം എന്ന് വെച്ച് ഒറ്റ കാര്യത്തിന് ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നൊന്നല്ല. പക്ഷെ എന്നാലും കുറച്ച് കാര്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കും നമ്മൾ ഫ്രീ ആയ പോലെ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഫീൽ ചെയ്യും. ചുമ്മാ ഒരു സോളോ വോക്കിന് പോവുക, അല്ലെങ്കിൽ ചുമ്മാ ഒരു കോഫി കുടിക്കാൻ വേണ്ടി തന്നെ ഒരു സ്ഥലത്ത് പോവുക, ഒരു ഹോട്ടലിൽ പോയി സ്വന്തമായിട്ട് പോയി ഭക്ഷണം കഴിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ബാക്കിയുള്ള ഒരു പ്രോബ്ലംസിൽ നമ്മൾ അധികമായിട്ട് ബോധറാവണ്ട. അതായത് നമുക്ക് നമ്മുടേതായ പ്രോബ്ലംസ് ഉണ്ടാവും, നമുക്ക് പറയേണ്ട ആവശ്യം ഉണ്ടാവും, നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താം, നമുക്കത് സർവൈവ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഒരു പ്രോബ്ലംസ് നമുക്ക് കേൾക്കാം, നമുക്ക് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കാം, നമുക്ക് അവരുടെ സൊല്യൂഷൻ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതിലും കൂടുതൽ അത് നമ്മുടെ പ്രോബ്ലമാണ്, നമ്മളത് ചെയ്ത് തീർക്കേണ്ടതാണ്, നമ്മളതിൽ ടെൻഷൻ അടിക്കേണ്ടതാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യാം, പക്ഷെ നമ്മൾ കൂടുതൽ അതിൽ ബോധറാവാതെ ടെൻഷൻ അടിക്കാതിരിക്കുക. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി, നമ്മുടെ ഹെൽത്ത്, അതൊക്കെ നമ്മൾ എന്തായാലും ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കേണ്ടതാണ്. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനാണ് നമ്മൾ കൂടുതൽ ഈവൻ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതും മണി സ്പെൻഡ് ചെയ്യേണ്ടതും. നമുക്കൊരു നല്ല ലൈഫ് ദൈവം തന്നിട്ടുണ്ടല്ലോ, നമുക്ക് നല്ലൊരു ബോഡി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നല്ലതായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു ഗോൾ ഉണ്ടാവണം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത്, നമ്മുടെ കരിയർ എന്താവണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്താവണം, നമ്മുടെ ഫാമിലി എങ്ങനെ പോകണം, എന്നൊക്കെ നമുക്കൊരു ഗോൾ ഉണ്ടാവണം. ആ ഗോളിലേക്കാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നേടണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും അടിപൊളിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ തന്നെ ടൈം കണ്ടെത്തുക, നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക. ഈവൻ ഫാമിലി മെമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, റിലേറ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിലുപരി നമ്മളായാലാണ് നമുക്ക് അവർക്കും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളെ ചൂസ് ചെയ്യാണ് വേണ്ടത്. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് തീരുമാനമോ അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് തോന്നിയതോ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ലൈഫ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഓരോ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഒന്ന് പഠിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ, നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴാണോ നമ്മളെ ചൂസ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുക, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ തോന്നിയ കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ചൂസ് ചെയ്യേണ്ടത് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, യൂസ്ഫുൾ ആവണ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.